എന്നോട് കുറെ പേര് ചോദിച്ചു, നീ എന്താടാ അമ്മേനെ കുറിച്ച് മാത്രം സംസാരിക്കണേ, അച്ഛനെ കുറിച്ച് സംസാരിക്കാത്തതെന്ന്. അന്ന് അച്ഛൻ ഞാൻ അച്ഛനെ കുറിച്ചൊരു കഥ പറയാം. മോനെ എണീക്ക്, എണീക്കിടാ, ഈ സൗണ്ട് കേട്ടിട്ടാ ഞാൻ കണ്ണ് തുറക്കണത്. ഞാൻ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് എന്റെ അമ്മേനെ എന്റെ ചേട്ടനെയാണ്. രണ്ടുപേരും മുഖത്ത് ഭയങ്കര ഭയമുണ്ട്. ഞാൻ എന്നിട്ട് സൈഡിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ അടുത്ത് അച്ഛൻ അനങ്ങാണ്ട് കിടക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്ന ഓർക്കത്തിന്ന് ഞാൻ എഴുന്നേറ്റത് അങ്ങനെയായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ചോദിച്ചിട്ടാ എന്താ അമ്മ പ്രശ്നം എന്ന്. അച്ഛൻ അയ്യോ എന്ന് പറഞ്ഞ് ഓടിയിട്ടൂടെ രാത്രി. അതിനുശേഷം അച്ഛൻ അനങ്ങണില്ല. ഇതായിരുന്നു എന്റെ അമ്മയുടെ മറുപടി. ഞാൻ അന്ന് ചെറിയ കുട്ടിയാണ്, എന്താ നടക്കണെന്ന് പോലും എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ നോക്കുമ്പോൾ മുറ്റത്ത് ആംബുലൻസ് വരുന്നുണ്ട്. എന്റെ മാമൻ വീട്ടിലേക്ക് ഓടി വരുന്നുണ്ട്. അച്ഛനെല്ലാവരും കൂടി ആംബുലൻസിലേക്ക് കൊണ്ടുപോയിട്ടാ. ഞാൻ അച്ഛനും ഒരേ കട്ടിലാണ് എന്നും കിടന്നുറങ്ങാറ്. ഹോസ്പിറ്റലിൽ വെച്ച് അച്ഛനെ അവർ ട്രോളിയിൽ തള്ളിക്കൊണ്ടുവന്നാണ് ഞാൻ അവസാനമായിട്ട് അച്ഛനെ കണ്ടത്. പിറ്റേ ദിവസം അച്ഛന്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അച്ഛൻ മരിച്ചു എന്നുള്ള റിയാലിറ്റി ഞാൻ മനസ്സിലാക്കണം കേട്ടോ. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അച്ഛൻ മരിക്കാനുള്ള കാരണം. ചെറിയ കുട്ടിയായിരുന്നോണ്ട് തന്നെ എനിക്ക് പല കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് നന്നായി മനസ്സിലായിരുന്നു കേട്ടോ. എന്റെ അച്ഛൻ മരിക്കാൻ കാരണം അച്ഛന്റെ മദ്യപാനായിരുന്നു. സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടൊക്കെ മദ്യപിക്കാൻ നമുക്ക് കുറേ കാരണങ്ങളുണ്ടായിരിക്കും. പക്ഷെ മദ്യം നിങ്ങളെ കുടിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലാവുന്ന കാലത്ത് നിങ്ങളത് നിർത്തുക. കാരണം നിങ്ങളുടെ ശീലം നശിപ്പിക്കുന്ന ഒരിക്കലും നിങ്ങളെ ആയിരിക്കില്ല, നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറേ പാവം മനുഷ്യരായിരിക്കും.